ഓണം എൻ്റെ കുട്ടിച്ച് ഇത് കുട്ടിയുടെ മുടി വെട്ടാൻ പോണ്ടേ ചുണ്ടരനാവണ്ടേ അല്ലേ സമയം പോണു തോക്കിയാലോന്നോ എന്ത് തോക്കണത് ആരെയും തൂക്കാനുമില്ല തോക്കാനുമില്ല വയ്ക്കാനുങ്ങളൊന്ന് ഇന്ന് നാളെ പറഞ്ഞിട്ട് കുറെ ദിവസമായി ഇനി പിന്നെ കേൾക്കണ്ട കുറെ ആളുകൾ കാത്തിക്കുന്നുണ്ട് കാണിച്ചു കൊടുക്കണ്ടേ എന്ത് എന്താ നമ്മുടെ വീടനെ അല്ലാണ്ട് എത്ര ദിവസമായി നമ്മുടെ വീടിന്റെ കാഴ്ച ഇന്ന് നാളെ പറയുന്നു അത് ശരിയട്ടോ അപ്പൊ കൊറേ ദിവസമായില്ലേ കൊറേ ദിവസമല്ല കേട്ടോ ഒരു 5-6 മാസമായിട്ട് നമ്മുടെ വീടിന്റെ വിശേഷങ്ങൾ ഒന്നും കാണിച്ചു തന്നിട്ടില്ലല്ലോ കുറച്ച് ഭാഗങ്ങളല്ലേ നമ്മുടെ കാണിച്ചെന്നില്ല പറയല്ല കാണിച്ചൊക്കെ ചെയ്യുന്നത് പക്ഷെ നമ്മളെ കാണിക്കേണ്ടത് എന്തോ അത് കാണിച്ചിട്ടില്ല അപ്പൊ നമ്മുടെ വീടിന്റെ ഫുൾ ഹോം ടൂർ കാണിച്ചു തരാം കേട്ടോ വായോ ഇതാണ് നമ്മുടെ വീടിന്റെ മുൻഭാഗം ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ നമ്മുടെ ഈ വീടിന്റെ മുൻവശത്ത് കുറെ മെറ്റലും മുൻഭാഗം റോഡ് ഒക്കെ അതാണ് വീട്ടിലേക്കുള്ള വഴി ഒക്കെ അതാണ് അപ്പൊ ഇവിടുന്നാണ് തുടങ്ങുന്നത് തുടങ്ങല്ലേ ഇവിടെ നമുക്ക് വണ്ടി നിർത്താനുള്ള സൗകര്യമാണ് കേട്ടോ നമ്മുടെ വണ്ടികൾ ഇപ്പോഴല്ല ഭാവിയിൽ ഭാവിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ അവിടെ തന്നെ നിർത്തുള്ളൂ അല്ല ഇനി അവിടെ വീടൊക്കെ എന്തെങ്കിലും വരികയാണ് പറഞ്ഞാൽ നമ്മുടെ വണ്ടി നിർത്താനുള്ള സ്ഥലമാണ് അല്ലേ ഇത് എല്ലാം ഇഷ്ടംപോലെ സ്ഥലമല്ലേ എപ്പോഴുള്ള വണ്ടി എങ്ങനെ വേണമെങ്കിൽ നിർത്താം അതിനുള്ള സ്ഥലം ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ നമുക്കിനി വീട് കാണല്ലേ ഇതാക്കണ്ടോ അപ്പൊ നമ്മൾ ഇതുവരെക്കും മൂടി വെച്ചതാണ് കേട്ടോ അത് വീടിന്റെ ഫ്രണ്ട് എന്നുള്ള കാഴ്ച എങ്ങനെയുണ്ടെന്നില്ല നമ്മൾ ഇതുവരെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ തുടക്കത്തിൽ അന്ന് അങ്ങനെ നിർത്തിയിട്ട് പോയതാണ് ഇതിൽ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് അങ്ങനെ അതിന്റെ ഫൈനൽ ലുക്ക് ഇതാണ് വീടിന്റെ അവിടെ നമ്മുടെ അടുക്കള ഇവിടെ നമ്മുടെ എന്താ ഇതാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ വീടിന്റെ മുഖം എങ്ങനെയാണ് കേട്ടോ എങ്ങനെയുണ്ട് ഡിസൈനൊക്കെ ഇഷ്ടമായോ ഈ ഡിസൈനില്ലേ ഇതിൽ എഞ്ചിനീയറും എല്ലാം നമ്മുടെ അനിയേട്ടനാണ് കേട്ടോ എന്താ പ്ലാന് മാത്രമേ ഉള്ളൂ ഏതിന്റെ അയ്യോ ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ നാളത്തെയും കഴിഞ്ഞാൽ മറ്റന്നേയാണ് നമ്മുടെ പരിപാടി ഇന്നും കൂടി നമ്മുടെ വീട്ടിൽ പെയിന്റിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കാണുമ്പോൾ അല്ല കേട്ടോ നമ്മുടെ വീടിന്റെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള വീടിന്റെ കാഴ്ച എങ്ങനെയാണ് ഇങ്ങനെ കാണുമ്പോൾ നല്ല വലുപ്പം തോന്നുന്നില്ലേ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു കുഞ്ഞു വീടുമാതിരി തോന്നുന്നുണ്ടോ ശരിക്കും എല്ലാവരും നേരെ തിരിച്ചാട്ടോ പറഞ്ഞ് സൈഡിൽ നോക്കുമ്പോൾ ചെറുതുമാതിരി ഫ്രണ്ടിൽ നോക്കുമ്പോൾ നല്ല വലുപ്പം തോന്നുന്നുണ്ടെന്ന് നമ്മുടെ വീടാകെ 850 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ കേട്ടോ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാലോ കോട്ടി തമ്മിടുന്ന് കിട്ടി പക്ഷെ എല്ലാവരും വന്ന് കാണുമ്പോൾ പറയും എന്താ നമ്മളിതിൻ്റെ പ്ലാനിൻ്റെ വീഡിയോ അടക്കം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ചേട്ടാ ഈ വീടിൻ്റെ പ്ലാനിൻ്റെ അടക്കം ഇന്നതാണ് ഇത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് പറഞ്ഞിട്ട് 2-3 കൂട്ടുകാർ ചോദിച്ചിരുന്നു ചേച്ചി ഈ വീടിൻ്റെ പ്ലാൻ ഞങ്ങൾക്ക് അയച്ചു തരുമോ എന്നുള്ളത് അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണില്ലേ നമ്മുടെ സരോവരം അല്ലേ സരോവരം നമ്മുടെ സരോവരം ആണ് നമ്മുടെ പേര് നമ്മുടെ പേരല്ല കേട്ടോ വീടിൻ്റെ പേരാണ് എങ്ങനെയുണ്ട് പേര് സരോവരം കുഞ്ചൂസ് ഫാമിലി അതിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു ലോഗോയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞുള്ള കാഴ്ച എങ്ങനെയാണ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ ഉണ്ടാവും ബാ ഏത് ഈ കട്ടിലേക്കല്ലേ അനിയേട്ടൻ പണിയെടുത്ത കട്ടിലേന്ന് കേട്ടോ അതൊക്കെ കണ്ടോ ഇതൊക്കെ ഇത് 3 മരമാണ് കേട്ടോ ഇത് പ്ലാവാണ് ഇത് തേക്കാണ് പിന്നെ ഇത് മറ്റേ PVC ബോർഡാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ പാടെ നമ്മൾ ഒരു കളറിക്ക് തേക്കിൻ്റെ കളറിക്ക് ആക്കിയതാണ് ഇതൊക്കെ ഫുള്ള് വരഞ്ഞെടുക്കട്ടെ കണ്ടു കഴിഞ്ഞാൽ കാതൽ പോലല്ലേ ഇത് നമ്മുടെ കുഞ്ഞു വരഞ്ഞതാണ് കേട്ടോ അത് ഫുൾ കുഞ്ഞു കാണിച്ചു തരാം ഇത് അനിയേട്ടൻ്റെ ഇഷ്ടത്തിന് ഓരോന്ന് ഡിസൈൻ കൊടുത്തതാണ് കേട്ടോ അനിയേട്ടൻ അങ്ങനെ കൊടുക്കണം പറഞ്ഞിട്ട് അതാണ് വീടിനെ വെറൈറ്റിക്ക് എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ സാധാരണ എല്ലാവരും ഒറ്റ കളർ കൊടുക്കുക അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ചെറിയൊരു കളർ ഷെയ്ഡ് മാറ്റും എന്നാ വായ ഉള്ളിക്ക് പോയല്ലേ ഇതാണ് വീടിനുള്ളിൽ കയറിയിട്ടാ ഇങ്ങനെയാണ് ലിവിംഗ് റൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് കയറ് കൊണ്ടുവന്ന് വെച്ചിട്ട് നോക്കി അതിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് കയറ് കിട്ടിയത് ഇതാണ് നമ്മുടെ TV യൂണിറ്റ് ഉണ്ട് അത് ഇവിടെ TV വരാനുള്ളതാണ് അപ്പോൾ അതിന് അല്ലേ ഇതിലെ കേബിളും കാര്യങ്ങളൊക്കെ അടിയിലേക്ക് വിടാനുള്ള ഭാഗമാണ് പൈപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് TV ഒക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ ഫുൾ ഭംഗി വരും അപ്പോൾ ഇത് നമ്മുടെ ലിവിംഗ് റൂമിലെ TV യൂണിറ്റാണ് പിന്നെ നമ്മുടെ സെറ്റീറ്റാ
സെറ്റി. പിന്നെ ഇത് അനിയൻ തന്ന ടീപ്പോയി സെറ്റിയാണെന്ന് പറഞ്ഞു വെച്ചാലും നമുക്ക് എങ്ങനെയുണ്ട് ലിവിങ് റൂമിൻ്റെ സെറ്റപ്പ്? കാരണം നമുക്ക് കുറച്ച് സ്ഥലമുള്ളത് ആ സ്ഥലത്തേക്ക് കണക്കായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് കാരണം നമുക്ക് മാക്സിമം സ്ഥലം നടക്കാനും പെരുമാറാനും ഒക്കെ ഉള്ള സ്ഥലം ഈ സെറ്റ് ഇങ്ങോട്ട് കറക്റ്റ് നീളത്തിൽ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഈ സെറ്റ് ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പാകത്തിലാക്കി ഇവിടുന്ന് കുറച്ച് കാല് വിടാനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് ഒരു രണ്ടാൾക്ക് ഇരിക്കാൻ പാകത്തിൽ സെറ്റ് ആക്കി. അവിടെ നിന്ന് കൈ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ TV തൊടാൻ പറ്റൂട്ടോ. ഇത്ര നീളമില്ല കേട്ടോ, അത് കുറച്ചും കൂടി വന്നാണ് ഇതിൻ്റെ കറക്റ്റ് അളവ് എങ്ങനെയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്ക് വലിയ ഡിസ്റ്റർബൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക. നമുക്ക് അവിടെ തന്നെ ലാവിഷായിട്ട് ഇവിടെ ഇരിക്കുക. TV യൂണിറ്റിക്കൊന്നും ശല്യം ഉണ്ടാവില്ല. അമ്മ ഇരിക്കുന്നു. അതെല്ലാം കറക്റ്റ് മാക്സിമം അളവിൽ തന്നെ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തു തരുന്നത്. എന്തുണ്ണി ഇത് അമ്മമ്മക്ക് പിറന്നാളിന് സാരി എടുത്ത് കൊടുത്തല്ലേ അമ്മ വന്നിട്ട് കുറച്ച് നേരമായിട്ടോ. അപ്പോൾ അമ്മ അപ്പുറത്തൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ കുറേ പേര് നമ്മളെ കളിയാക്കിയ ഒരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ അയാൾ ഫോണും നോക്കിയിട്ട് പണിക്കും പോവാണ്ടിരിക്കുകയാണെന്ന്. ഈ പണിയൊക്കെ ഇതൊക്കെയാണ് അനിയേട്ടൻ്റെ പണികൾ എന്ന് പറയാൻ ഒരാളെ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയുന്നത് മാത്രമല്ല കേട്ടോ, നമ്മളിനി പണികൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ ലിവിങ് റൂമിൽ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെന്നുള്ള കാണിച്ചു തന്നാണ്. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മളായിട്ട് നമ്മുടെ വീട് പ്ലാൻ ചെയ്യുമ്പോഴുള്ള കുറേ മാറ്റങ്ങളുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചുരുങ്ങിയ ചിലവിൽ നല്ല ഒതുക്കത്തിൽ ചെയ്ത വർക്കുകളാണ്. കാരണം TV പാനൽ ഇങ്ങനെയൊന്നല്ല, അതിനേക്കാൾ ഗംഭീരമായിട്ട് ഉണ്ടാക്കാം. പക്ഷെ ഞാനത് ഏറ്റവും മാക്സിമം ചിലവ് ചുരുങ്ങിയ രീതിക്കാണ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിൽ മാത്രം വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് മൊത്തത്തിൽ കാണുമ്പോൾ നല്ലൊരു എടുപ്പ് തോന്നുന്ന രീതിക്ക് പെയിന്റ് സെലക്ഷൻ സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്താണ്. എങ്ങനെയുണ്ട് TV യൂണിറ്റ്? ഗംഭീരമായില്ലേ? ഇഷ്ടമായില്ലെങ്കിൽ പറയാം കേട്ടോ. ഇത് മാത്രല്ല, ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും പണി കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ ലാസ്റ്റ് ഞാൻ പറയാച്ചിട്ടായിരുന്നു. ഒന്ന് പറയാ. ഈ ഒരു ജനലിൽ കാണുന്ന ഈ ഒരു സാധനം കണ്ടില്ലേ, ഇത് നമ്മൾ ഫുള്ള് ഗിൽട്ടൊക്കെയാണ് കേട്ടോ. ഇത് നമുക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചല്ല. നമ്മൾ ഈ ഒരു ചുമരിലേക്ക് വേണ്ടിയിട്ട് നമ്മളിത് സാമ്പിൾ അടിച്ചതാണ്. ഇപ്പോൾ നമുക്ക് സാമ്പിൾ തന്നെ അത് പണി പാളി. ഫുള്ള് ഇതൊരു സാമ്പിൾ പാക്കാണ്. അതിൽ ഏകദേശം എത്രയാണ്? 1 കിലോനോ 5 കിലോനോ ഉണ്ട്. 1000 രൂപ ചിലവിൽ കിട്ടിയതാണ് അത്. അപ്പോൾ ഇതിൽ ഗിൽട്ട് ഒരു അഡീഷൻ 100 രൂപ. അങ്ങനെ ഒരു സാമ്പിൾ പാക്കിൽ വന്നതാണ്. ഞാനിപ്പോൾ ഇത് ഫുള്ള് ഈ ചുമര് ഫുള്ള് അടിക്കാന്ന് വിചാരിച്ചിട്ടാണ്. സ്മൂത്താണെന്ന് പറഞ്ഞിട്ട് തന്നതാണ്. പക്ഷെ ഇത് ഭയങ്കര റഫാണ്, സ്മൂത്തൊന്നല്ല. പിന്നെ ഇതിൽ ഫുള്ള് ഗിൽട്ട് നല്ല രീതിക്ക് ഗിൽട്ട് പോയിരുന്നു. കാരണം ഇത് 25 കിലോയിലേക്കുള്ള ഗിൽട്ട് ഈ ഒരു 5 കിലോയിൽ തന്നാണ് അവർ. അപ്പോൾ 5 കിലോ മാർക്കറ്റ് പ്രോ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നമ്മളിത് അടിച്ചാണ്. അപ്പോൾ അവർ പറഞ്ഞത് 5 കിലോയിലേക്ക് 5 കിലോൻ്റെ സാമ്പിൾ പാക്ക് തരുമ്പോൾ അതിലേക്കുള്ള സാധനങ്ങളല്ലേ തരേണ്ടത്. അതിൻ്റെ ഉള്ളിൽ ഗിൽട്ട് വെച്ച് തരുന്നത് 25 കിലോയ്ക്ക് ഇടാനുള്ള ഗിൽട്ടാണ് അത്രേ. അപ്പോൾ അത് അവർ പ്രത്യേകം പറയുകയും ചെയ്തില്ല, നമുക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ വെച്ചടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുള്ള് ഗിൽട്ടിൻ്റെ വരികയാണ്. ഇപ്പോൾ നിറവൊക്കെ നിന്ന്. പക്ഷെ എന്നാലും എനിക്കിത് തീരെ ഇഷ്ടമായില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഉദ്ദേശിച്ച ഒരു രീതിക്ക് ഒരു സാധനമല്ല അത്. അതിൽ ഗിൽട്ടൊക്കെ വന്നപ്പോൾ എനിക്ക് അത് അങ്ങോട്ട് തൃപ്തിയായില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇവിടെ ഒഴിവാക്കി. നേരെ മനസ്സിൽ ഗിൽട്ട് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനെക്കാട്ടിലും നന്നായിരുന്നു. പക്ഷെ ഇതെന്താണെങ്കിൽ ഇത് അടിച്ച് അപ്ലൈ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 പേര് ഉച്ച വരെ ഒന്ന് പഴുത്തു അല്ലേ. ഇത് നമ്മള് പാല് കാച്ചലിന്റെ മുമ്പേ ചെയ്തിരുന്നതാണ്. ആ സമയത്തൊക്കെ ഗിൽറ്റ് വീണ് ഇവിടെ ഞങ്ങള് പൊതിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഭയങ്കര റഫാണ്. ആരെങ്കിലും അടുത്തുകൂടെ പോയിട്ട് പക്ഷെ കാഴ്ചക്ക് നല്ല ചന്താണ് കേട്ടോ. അത്രയ്ക്ക് റഫാണ്. അപ്പൊ അതുകൊണ്ട് പ്ലെയിൻ ആയിട്ട് ചുമലൊന്നും വലിയ കുഴപ്പമില്ല. ഇങ്ങനെയുള്ള കരവൊക്കെ വരുന്ന ഭാഗത്ത് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡേഞ്ചർ ആവും. എനിക്ക് പിന്നെ വീടിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. കാരണം ഏട്ടന് ഒരുപാട് വീടുകൾ കണ്ട ഐഡിയ ഉണ്ട്. നമുക്കിതൊക്കെ കിട്ടിയപ്പോൾ സന്തോഷം എന്ന് മാത്രം, അല്ലാതെ ഇതിൽ എന്താണ് ഞാൻ പറയേണ്ടത്. ഇത് പാർട്ടീഷൻ, ഇത് ലിവിങ് റൂമിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് കിടക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളിത് മാക്സിമം വലിപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യാനല്ല, നമ്മളിതിന് വേറൊരു രീതിക്കാണ് ഞാൻ അന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് പിന്നെ തോന്നിയത് ഒന്നുകൂടെ ഹൈറ്റ് കമ്മിയാവും. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ മുള്ളിക്കുള്ള മൊത്തത്തിൽ കാഴ്ച കമ്മിയാവുമെന്ന് വിചാരിച്ച് പിന്നീട് നമ്മൾ ഡിസൈൻ മാറ്റം വരുത്തി സിമ്പിളാക്കി ഒന്നുകൂടെ. മറ്റത് ഞാൻ കണ്ടത് കുറച്ച് ഹെവി ആയിട്ടൊരു ഡിസൈനായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ സിമ്പിളാക്കി എടുത്താണ്. എങ്ങനെയുണ്ട് പാർട്ടീഷൻ? ഇഷ്ടമായോ? ഇഷ്ടമായില്ലേ? ഇഷ്ടമാവാതിരിക്കാൻ വഴിയില്ല. ലമ്മു എങ്ങനെയുണ്ട് കളർ കോമ്പിനേഷനൊക്കെ? ഇതിൻ്റെ വൈറ്റ്
അതിൽ സിമ്പിളായിട്ട് വുഡിലൊരു വൈറ്റ് കോമ്പിനേഷൻ മാത്രം ഇട്ടുള്ളൂ. അതാണ് സിമ്പിളാക്കി കൊടുത്തത്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാർ പറയും അനിയേട്ടന് കലാവാസനുണ്ട്, കലാബോധം ഉണ്ട് എന്നല്ലമ്മ. പിന്നെ ഈ ഒരു ഭാഗം ഇത് സ്റ്റഡി ടേബിളാണ് കേട്ടോ. ഇത് അമ്മൂനും മക്കൾക്കൊക്കെ ഇരുന്ന് പഠിക്കാൻ നമ്മൾ സാധാരണ അതെ എനിക്ക് വർക്ക് ചെയ്യാനും ഒക്കെ സൗകര്യത്തിന് ഇത് ഫിറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുക. അത് മാറ്റാൻ പറ്റില്ല, നീക്കാൻ പറ്റില്ല, ഫിക്സഡാണ്. പിന്നെ അതേപോലെ എന്തെങ്കിലും ബുക്കോ കാര്യങ്ങളോ എന്തെങ്കിലും മേലെ വയ്ക്കാൻ അതിന് ചെറിയൊരു ഒരു റാക്കും അതിലൊരു 3 ഡ്രോവും വെച്ചിട്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാൻ പാകത്തിൽ. ഇനി അവിടേക്ക് ഒരു കസേര വാങ്ങണം, സിമ്പിളാക്കി എടുത്തിട്ട്. ഇതിലേക്ക് ഒരു ചെയർ വാങ്ങണം, ബാർബർ ഷാപ്പത്തെ പോലെ ഓഫീസ് ചെയർ ഇല്ലേ, സിലിക്കോണിൻ്റെ ഒരു കവറുമായി. കാരണം ഇതിലങ്ങനെ പൊടി വീഴുമ്പോൾ പെട്ടെന്ന് വര വരും മൈക്കിൽ കൂടെ ഒക്കെ. ഇത് മൈക്കുണ്ടല്ലോ ലാമിനേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൈക്കിൽ കൂടെ ഒക്കെ വര വരുമ്പോൾ തൽക്കാലത്തേക്ക് വാങ്ങിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിളും ചെയറും. നമ്മളുള്ള സ്ഥലത്ത് കറക്റ്റ് അളവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെയറൊന്ന് ബാക്കോട്ട് വലിച്ച് ചുമര് പൊട്ടും എന്നല്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കംപ്ലീറ്റും പട്ടിക്ക പോലെ കടിച്ച് ഇതിൻ്റെ വേറെ ലെവലാണ്. നമ്മളത് ഒന്നുകൂടെ മാറ്റം വരുത്തിയിട്ട് ചവിട്ടിയുടെ പച്ച ചവിട്ടിയുടെ അതെ ഇത് കണ്ടു കഴിഞ്ഞാൽ പുല്ലാണെന്ന് തോന്നുന്നതില്ലേ. ഒരു ചവിട്ടിയില്ലേ മാറ്റാണ് കേട്ടോ അത്. ചവിട്ടി നമ്മളിവിടെ ചവിട്ടിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, തറവാട്ടിലുണ്ട് ഇത്. സിമ്പിളാക്കി ഇങ്ങനെ എടുത്താണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഡിസ്പ്ലേ ചെയ്യാൻ പാകത്തിൽ ചെറിയൊരു ഭാഗം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഓൺലൈനിൽ കുറച്ച് ചെറിയ ഫ്ലവറൊക്കെ വാങ്ങിച്ചു തൽക്കാലം. ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ്. സിമ്പിളായിട്ട് അങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ അത് മൊത്തത്തിൽ കാണുമ്പോൾ എനിക്ക് തൃപ്തിയായിട്ടോ. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല, എല്ലാവർക്കും ഇഷ്ടമായി. എനിക്കിത് നമ്മളെ ഗ്ലാസും അതേപോലെ പ്ലേറ്റും ഒക്കെ എടുത്തേക്കുള്ളൊരു ഭാഗമാണ്. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഇത് വെറുതെ ഇതിനോട് ഇവിടെ ഷോക്കേസ് വന്നായിരുന്നു. അപ്പോൾ അത് ഈ രീതിക്ക് അങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തുന്നല്ലോ. ഇതിൽ രണ്ട് തട്ട് വെച്ചിട്ടുണ്ട്. അതിൽ 2 തട്ട് വെച്ചിട്ടുണ്ട്. വേറെ ഒരു ഫ്ലവർ വൈസ് പോലെ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഭാഗം വെക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചിട്ടാണ്. അപ്പോൾ അവിടേക്കുള്ള സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടേക്കുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഗിഫ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ വെക്കേണ്ട സ്ഥലം വേണ്ട. അപ്പം അതിന് വേണ്ടി വെച്ചിട്ടിരിക്കുകയാണ്. എന്താണ് പറയണത് അല്ലേ? എന്തെങ്കിലും ഗിഫ്റ്റ് ഇട്ടാണ്ടിരിക്കുക, ആരെങ്കിലും എന്തെങ്കിലും തരാതിരിക്കുക അല്ലേ? അപ്പോൾ തരുമ്പോൾ വെക്കാൻ പാകത്തിലുള്ള വെച്ചിട്ട് സ്ഥലമാണ്. അത് മാത്രമല്ല മറ്റേ പാർട്ടീഷൻ ഏരിയയിലും അതിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഡിസ്പ്ലേ എന്തെങ്കിലുമൊക്കെ ഉള്ളത് ഡിസ്പ്ലേ ചെയ്യാൻ പാകത്തിൽ ഒരു ഓപ്പൺ ഷോ കേസിൻ്റെ ആ രീതിക്കാണ് വെച്ചത്. പിന്നെ ഇത് നമ്മൾ പറയാൻ വിട്ടു കേട്ടോ. ഇത് നമ്മുടെ ഷോക്കേസിനെ കുറിച്ച്. ഇത് ഷോക്കേസ്, ഇതൊരു ചെറിയ ഷോക്കേസ്, ഓപ്പൺ ഷോക്കേസാണ്. അപ്പോൾ അതിൽ നമ്മുടെ 2 അവാർഡ് നിങ്ങളൊക്കെ മനസ്സറിഞ്ഞ് തന്ന 2 സമ്മാനം പ്രധാനമായിട്ടും ഡിസ്പ്ലേ ചെയ്ത് വെച്ചത് നമ്മുടെ സമ്മാനം അല്ലേ. നിങ്ങൾ നമുക്ക് തന്ന സമ്മാനം. പിന്നെ അതുപോലെ ഇതാണ് കേട്ടോ. അത് എല്ലാവരും ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഇത് സ്വിച്ച് കൂടെ ഏതാണ് സ്വിച്ച് എന്നുള്ളത് നമുക്കറിയാം. ഫസ്റ്റ് കുറച്ച് ദിവസങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്താണെന്നൊക്കെ അറിയണ്ടേ. ഇവിടുത്തെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ കത്തും, അവിടുത്തെ ലൈറ്റ് ഇട്ട് അവിടുത്തെ കത്തും. അങ്ങനെ ഒരു പ്രശ്നം. എവിടെ ഒരു ലൈറ്റ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫുള്ള് സ്വിച്ച് ഇട്ടാലും ഏത് ലൈറ്റ് എന്നുള്ള അറിയും. അപ്പോൾ അത് ഓൺലൈനിൽ ഇങ്ങനെ കണ്ടതാണ്. ഇങ്ങനെ സ്വിച്ചിന് ഒരു തരം സ്റ്റിക്കറുണ്ട്. അപ്പോൾ അതൊക്കെ 100-200 രൂപയുള്ളൂ. 1200 രൂപയ്ക്ക് നമ്മൾ വീട്ടിലെ ഫുള്ള് എല്ലാ സ്വിച്ചിലും 2 വീട്ടിലേക്ക് ചെയ്യാനുള്ള സാധനം കിട്ടി. പിന്നെ ഇതാ നമ്മുടെ അതേപോലെ അവിടെ തന്നെ നമ്മളാകെ സമയം അറിയാൻ പാകത്തിൽ ആകെ ഒരു ക്ലോക്ക് വെച്ചിട്ടുള്ളൂ കേട്ടോ. ആ ക്ലോക്ക് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. കിട്ടിയ ക്ലോക്കാണത്, നമ്മൾ വാങ്ങിയതല്ല കേട്ടോ. നമ്മുടെ പൊന്നൊക്കെ ഇതിന് ഓടുമ്പോൾ താഴേക്ക് തെന്നി വീഴുമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മൾ കേസ് ഭയങ്കര സിമ്പിളായിട്ട്, കാരണം നമ്മൾ സ്റ്റെയർ കേസിന് ഒരു ഐഡിയ ഇട്ടിട്ട് കുറേ മെനായി പോയതില്ലേ. കുറേ പേര് പറഞ്ഞു അങ്ങനെ കുത്തിച്ചാരിയിട്ടും അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റൈൽ അതാണ് ഇപ്പം എല്ലാവരും ചെയ്യുന്നൊരു രീതി. നേരെ ഫില്ലർ ചാനൽ നേരെ മേലേക്ക് കയറ്റിയിട്ട് ഈ ഒരു സൈഡ് ഇങ്ങനെ അടച്ചതുപോലെ ആക്കി എന്നിട്ട് കുറേ പൂക്കളൊക്കെ വെക്കാനുള്ള രീതിയിൽ. അപ്പം ഞങ്ങൾ 2 പേര് ആദ്യമേ പറഞ്ഞിരുന്നു ചിലവ് ചുരുങ്ങിയ രീതിയിൽ എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ അത് ചെയ്താൽ മതി എന്ന്. അപ്പം ഇത് ചെയ്യുന്നവർക്ക് അത്ര ഒന്നും പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് പണി അവരും ഈ രീതിക്ക് ചെയ്യുന്നില്ല. അവരിപ്പോൾ എല്ലാവരും ചെയ്യുന്ന അങ്ങനെയാണ്. അപ്പോൾ
ആ രീതിക്ക് തന്നെ ചെയ്താൽ മതി. കാരണം അതാണ് ഇപ്പോൾ ട്രെൻഡിങ്, അതാണ്. അപ്പം നമുക്ക് ഞാൻ പറയാം, എനിക്ക് ട്രെൻഡിങ് ഒന്നും വേണ്ട, സിമ്പിളായിട്ട് കിട്ടണം. സിമ്പിളായിട്ട് കിട്ടുമ്പോഴാണ് അതിന് ഭംഗിയുള്ളൂ. അല്ലാണ്ട് നമ്മൾ ട്രെൻഡിങ്ങിൻ്റെ പിന്നാലെ പോയിട്ട് വരും. ട്രെൻഡൊക്കെ ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ മാറും. പക്ഷെ ഇത് എപ്പോഴും സിമ്പിളായിട്ടാകുമ്പോൾ എപ്പോഴും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ഇതിനെന്താ പറയുക, ഒരുപാട് പണി വന്നിട്ടും ഇല്ല, ഒരു ദിവസം കൊണ്ട് നമ്മുടെ സ്റ്റെപ്പിൻ്റെ പണി കഴിയുകയും ചെയ്തു. ഇരുമ്പിൻ്റെ ചാനൽ തന്നെയാണ്. അതിൽ മേലെ ഒരു മരത്തിൻ്റെ നമുക്ക് പിടിച്ചു തരാൻ പാകത്തിനൊരു ഭാഗം മരത്തിൻ്റെ കൊടുത്തു തന്നുള്ളൂ. എങ്ങനെയുണ്ട്? എല്ലാവർക്കും വന്നവർക്ക് ഭയങ്കര ഇഷ്ടമൊരു സംഭവം ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കണം കേട്ടോ. കാരണം എല്ലാവരും എന്താ പറയുക, സിമ്പിളാണ്, ഒരുപാട് കാട്ടിക്കൂട്ടലുകളില്ലാതെ. അല്ല, അതാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം. നമ്മൾ സിമ്പിളായിട്ട് ചെയ്യൂ. അത് ചെയ്യുമ്പോൾ അതിൽ നല്ല രീതിക്ക് അത് ചെയ്തെടുക്കുക എന്നുള്ള. കാരണം ഇത് ഇവിടുന്ന് സ്റ്റെപ്പിന്ന് ഫ്രണ്ടിലേക്ക് കമ്പി ഇറക്കി നേരെ മേലേക്ക് കയറ്റിയിട്ടൊക്കെ ചെയ്യുമ്പോൾ ആ ഭാഗത്തുള്ള സ്പേസ് നമുക്ക് റൂമിലേക്ക് പോകാനുള്ള ആ ഒരു ഏരിയ അവിടെ നിന്നാണ് മറ്റേ അങ്ങനെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിക്ക് ഉണ്ടാക്കുമ്പോൾ ഇവിടുന്ന് ഓരോ 1.5 വിട്ടിട്ട് ഉള്ള സ്ഥലം പോകും. നമുക്കപ്പോൾ അവിടെ സ്ഥലം കുറവായതുകൊണ്ട് അപ്പോൾ അങ്ങനെ വേണ്ട. എന്തായാലും അവർക്കൊന്നും ഇഷ്ടമായില്ലെങ്കിലും ശരി, അങ്ങനെ വേണ്ട എന്നുള്ളൊരു തീരുമാനം ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് മാക്സിമം സ്ഥലം കിട്ടണം. അത് അപ്പുറത്തായാലും ശരി ഇവിടെ ആയാലും ശരി, രണ്ട് ഭാഗത്തേക്കും സ്ഥലം ഒട്ടും പോവാത്ത രീതിക്ക് കിട്ടണം. അത് വെച്ചിട്ടാണ് ഈ രീതിക്ക് ഇതുണ്ടാക്കിയത്. ഇത് എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. ഭയങ്കര നന്നായി. ഇവർക്ക് മറ്റേതിന് കുറേ കമ്പികൾ വേണം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കുറേ കമ്പി സാധനങ്ങൾ പിന്നെ നമ്മൾക്ക് അഡീഷണൽ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ളതും കൂടെ അനിയേട്ടൻ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ചെയ്താൽ. പിന്നെ എന്താ വെച്ചാൽ ഇതിൽ ഒരുപാട് തുളയൊന്നും വരാൻ പാടില്ല, അത് പ്രത്യേകം പറഞ്ഞത്. കാരണം ഗ്രാനൈറ്റ് 2 തുള ഉളക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടിപ്പണിയുണ്ട്. അപ്പോൾ അത് ഒരു തുളയിൽ 2 ലെഗ് കിട്ടണം. അപ്പോൾ ഇത് കൂടെ ഫുള്ള് ഒന്നാമത് പൊന്നൊന്നും ഇതിൻ്റെ കൂടെ കൈ തലയിടരുത്. അവൻ അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ ചെയ്താലൊന്ന് പേടിച്ചിട്ട് തലയൊക്കെ ഇടുകയാണെങ്കിൽ അത് പേടിച്ചിട്ട് അപ്പോൾ മാക്സിമം ഗ്യാപ്പ് കുറയും വേണം. എന്നാൽ ചിലവ് ചുരുങ്ങി. അപ്പോൾ ഇത് 3/4 പൈപ്പ് കേട്ടോ. ആ 3/4 പൈപ്പിൽ ഉണ്ടാക്കിയതാണ്. 2 അല്ലേ? പിന്നെ റൂമുകൾ കാണിക്കണ്ടേ? റൂമുകൾ കാണിക്കുന്നതിൻ്റെ മുമ്പ് ഹാളിന്ന് മൊത്തത്തിലുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. അതിൻ്റെ ഭാഗമാണിത്. ഇനി വാഷ് ഏരിയ. ഡൈനിങ് ഹാളിനോട് ചേർന്ന്, ഡൈനിങ് ഹാളിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാട്ടോ നമ്മുടെ വാഷ് ഏരിയ വരുന്നത് ഇവിടെ അങ്ങനെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട ഡൈനിങ് ടേബിളിൻ്റെ സൈഡിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതൊരു ശല്യമല്ലേ. നമ്മൾ ആരെങ്കിലും ഊണ് കഴിക്കുന്ന സമയത്ത് അത് തൊട്ടടുത്ത് ഒരാൾ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആൾ പുറത്ത് കയറി നിന്നിട്ട് വായ കഴുകുകയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അത് ബാക്കിയുള്ളവർക്കൊരു ശല്യമില്ലേ അല്ലേ? ബാക്കിയുള്ളവർക്ക് ശല്യമില്ലേ? അപ്പോൾ അത് കരുതിയിട്ട് നമ്മളിത് ഇങ്ങോട്ട് ഇതിങ്ങോട്ട് ഒതുക്കിയുണ്ടാക്കി. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു വെച്ചാൽ ഞാൻ പറയട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 റൂമിൽ ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാലും 2 റൂമും കാണില്ല. ഇപ്പോൾ ഹാളിൽ ഇരിക്കുകയാണ് പറഞ്ഞു വെച്ചാൽ, മക്കളിപ്പോൾ 2 റൂമിൽ ഇരിക്കുകയാണ് പറഞ്ഞു വെച്ചാലും കൂടിയും ആർക്കും ഹാളിൽ ഇരിക്കുന്നവർക്ക് മക്കളെ കാണില്ല. അവർക്കൊരു പ്രൈവസി കിട്ടും. ഈ വീട്ടിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് തോന്നിയൊരു കാര്യം എനിക്ക് അതാണ് കേട്ടോ. ഞാൻ വീട് ചെയ്യുന്ന സമയത്തേ ഞാൻ പറയുന്നു. കാരണം എൻ്റെ അനുഭവമാണ്. കല്യാണം ഇവർ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ കിണറിൽ മണ്ണെടുക്കുന്ന സമയത്താണ് ഏട്ടൻ പെണ്ണ് കാണാൻ വന്നത്. അപ്പോൾ ഒരു മിഡ്ഡി ടോപ്പൊക്കെ ഇട്ടില്ലേട്ടാ, കയ്യും കാലും അല്ല അങ്ങനെ. ഇപ്പോൾ ഡ്രസ്സ് ഇടാൻ ഇവർ വന്ന സമയത്ത് നല്ലൊരു വീട്ടിൽ ഒരു ഡ്രസ്സ് ഇടാൻ നോക്കുമ്പോൾ, കാരണം എങ്ങനെ പോയാലും ഇവരുടെ മുമ്പിൽ കൂടെ പോകണം. ഇവരുടെ മുമ്പിൽ കൂടെ പോയാലും 2 റൂമും കണ്ടില്ലേ, ഹാളും ഒപ്പായതും കൊണ്ട് വാത അടക്കിയാച്ചാലും കൂടി ഇവർ കാണും. അപ്പം അങ്ങനെ നല്ല ആ സമയത്തൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരും ഇവർ വരുമ്പോഴല്ല വേറുള്ളൊരു പെണ്ണ് കാണാൻ വരും. അപ്പം ഞാൻ പറഞ്ഞത് പെൺകുട്ടികൾക്ക് പ്രൈവസി ഉള്ളതാണ്. അതുകൊണ്ടല്ലേ കെട്ടിയത് അല്ലേ അമ്മോ? അപ്പോൾ ഇത് വാഷ് ഏരിയ. നമ്മൾ അതേപോലെ ഈ കോണിയുടെ അടിയിൽ കുറച്ച് സ്റ്റോർ ഏരിയ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കുകയും ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അച്ഛനമ്മയില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ സ്ഥിരം എപ്പോഴും നമുക്ക് ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഇത് ഞാൻ പറയാം. കാരണം ബാക്കിയൊക്കെ ആയിട്ടുമല്ലേ. ഇതാണ് ഞങ്ങളുടെ റൂം അല്ലേ? ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. നിലവിലെ മാസ്റ്റർ ഞങ്ങളുടെ ബെഡ്റൂം. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇതിലും
എന്താണ് പറയുക, നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് തറവാട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മുടേന്ന് പറയുന്നത് ഇതിലാണ് കേട്ടോ. അപ്പം അതിൻ്റേതായ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാമ്മൂട്ടി കാണിച്ചു കൊടുക്കട്ടെ. പിന്നെ നമുക്ക് അലമാര പറഞ്ഞാൽ കബോർഡുകൾ ഇതാണ്ടോ. ഈ കബോർഡ് പ്രത്യേകം പറഞ്ഞ ഒരു കാര്യം, ഇതിൻ്റെ ഒരു സൈഡ് മാത്രം കളർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളറാണിത്, നീല. കാരണം ഈ ഒരു നീലയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തെടുക്കുകയാണെങ്കിലും അതിലൊക്കെ ഒരു നീല, എനിക്ക് ഏട്ടൻ ഡ്രസ്സ് തുണി എടുക്കുകയാണെങ്കിലും കൂടി അതിലൊരു നീല കളർ വരും. അപ്പം അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ബെഡ്റൂമിലേക്ക് ബ്രൗൺ ആക്കിയതല്ല, കിട്ടാണ്ടാണ്. നീല ഞങ്ങൾ കുറേ നോക്കി, പക്ഷെ എനിക്ക് ഈ നീല ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഇതിൽ കളർ ഈ നീല വരാനുള്ള കാരണം അതാണ്. പിന്നെ ഈ കട്ടിൽ കണ്ടില്ലേ, നമ്മുടെ റൂമുകളൊക്കെ ചെറിയ റൂമുകളാട്ടോ, ഒരുപാട് വലിപ്പമുള്ള റൂമുകളൊന്നുമല്ല. ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ വലിയ ശല്യമില്ലാതെ നടക്കാം. പിന്നെ അവിടെയും എന്തെങ്കിലും ഒക്കെ കുറച്ച് സ്ഥലം അവിടെയുണ്ട്. പിന്നെ ഇതൊക്കെ എന്താ ഇവരുടെ നമ്മള് കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചുമരിക്കൂട് ഉണ്ടായിരുന്നില്ലേ, ആ ചുമരിക്കൂട് ഇതേപോലെ അലമാര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ വെച്ചതാണ് കേട്ടോ. ഞാൻ വിചാരിച്ച ആദ്യം എന്ത് സിമെന്റാ, ഫെറോ സിമെന്റ്. അപ്പോൾ അങ്ങനെ കുറേ വീടുകളിൽ കണ്ടിരുന്നു. പക്ഷെ ഏട്ടന് പറഞ്ഞിരുന്നു അതുകൊണ്ടല്ല, ഞാൻ ഒരു റൂമിൽ നിന്ന് എന്നോട് പിന്നെ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ, ഒരു റൂമേ നിനക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ വെച്ചാൽ ആ ഒരു റൂം നല്ല രീതിയിൽ നിനക്ക് ഞാൻ ചെയ്തു തരുമെന്ന് പറഞ്ഞു അല്ലേ. ഒരു റൂമേ പറ്റുള്ളൂ, അത് ആദ്യമേ പറഞ്ഞിരുന്നൊരു കാര്യമാണ് കേട്ടോ. ഞാനിങ്ങനെ വീട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഏട്ടൻ പണിയെടുത്ത വീട്ടിൽ കുടിയിരിപ്പിനൊക്കെ നമ്മൾ പോകുമല്ലോ. അപ്പോൾ കുടിയിരിപ്പിനൊക്കെ പോകുമ്പോൾ ഏട്ടൻ ഈ പണിയെടുത്ത വീടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിക്കൊരാഗ്രഹം വരികയായിരുന്നു, നമുക്കും ഇതേപോലെ ചെയ്യാൻ പറ്റുമോ, നമുക്കതുപോലെ ആവുമോ എന്നുള്ളതൊക്കെ. പറ്റിയതല്ലേ, നമ്മളൊന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കും കേട്ടോ. ഒന്നും നാളെയൊന്നും ചിലപ്പോൾ ആയി വരില്ല, ഒരുപാട് സമയം എടുക്കും. പക്ഷെ ആ സമയം എടുക്കുമ്പോൾ നമ്മളതിലേക്ക് എത്തണം, അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. നമ്മൾ 6 വർഷം വീണ്ടും നമ്മൾ ആഗ്രഹിച്ച രീതിക്ക് ഇതൊക്കെ ചെയ്യാൻ. കുറേ പേര് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ, ഏട്ടൻ കുടിയിരിപ്പിനൊക്കെ പോകുമ്പോൾ അനിയേട്ടൻ്റെ കൊത്തുപണിയാണോ വെച്ചാൽ ഓരോ പണികൾ കാണുമ്പോൾ നല്ല പണിയാണ്. അപ്പം നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഫസ്റ്റ് ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അയ്യോ അനിയേട്ടൻ TV യൂണിറ്റ് എന്ത് രസമാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അനിയേട്ടനെ ഇതാക്കി പറയല്ല, നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒക്കെ ഏട്ടൻ ചെയ്യും, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യം, ഒരു റൂം നിനക്ക് ചെയ്യാച്ചാൽ ആ ഒരു റൂം നിനക്ക് ഞാൻ നേരെ വൃത്തിയിൽ ചെയ്തു തരും എന്നുള്ളത്. അത് ഏട്ടൻ പറഞ്ഞത് എന്തായാലും നല്ല രീതിയിൽ ചെയ്തു. പിന്നെ ഇവിടെ മാക്സിമം ഉപയോഗിക്കാൻ പാകത്തിൽ അത് 3 കള്ളിയായിട്ട് ഉണ്ടാക്കി അതിൽ തുണി വെക്കാൻ പാകത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു ഡ്രസ്സിങ് ഏരിയ. ഇതില്ലേ എന്താ കുറച്ച് സ്ഥലമുള്ളൂ കേട്ടോ, അതിൽ കാര്യമായിട്ടൊന്നുമില്ല, സ്ഥലം കുറവാണ്. അപ്പം അതിനനുസരിച്ച് ചെറുതാക്കി ഉണ്ടാക്കിയതാണ്. പിന്നെ അതേപോലെ ഈ ബർത്തിൻ്റെ മേലേക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ടാവില്ല ഒരു വീട്ടിൽ, കുറേ കണ്ണി കണ്ടതായിട്ട് കുറേ ഉണ്ടാവും ഒരു വീട്ടിൽ. അപ്പോൾ അതൊക്കെ അവിടെ ഇവിടെ എടുത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് മേലുള്ളത് തുറന്ന് വയ്ക്കേണ്ടത്, അത് അടച്ചിട്ട് കഴിഞ്ഞാൽ കാണാൻ വൃത്തി ഉണ്ടാവുകയും ചെയ്യും, ഈ വേണ്ടാത്ത സാധനങ്ങളൊക്കെ അവിടെ ഒതുക്കി വയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഉള്ളത് ബർത്തും ഒക്കെ അതിലാണ് വൃത്തിയായിട്ട് സെറ്റായി. പിന്നെ ഈ റൂമിലും ബാത്റൂം ഉണ്ട് കേട്ടോ. അപ്പോഴേ ഈ റൂമിൽ ഇവിടേക്ക് വരുന്ന സമയത്ത് ഏട്ടൻ കണ്ടോ, ഏട്ടൻ്റെ പുതപ്പ് നീല കളറാണ്. ഏട്ടൻ പുതപ്പടക്കം നീല മതി എന്ന് പറഞ്ഞിട്ട് നീല വാങ്ങിയതാണ് കേട്ടോ. ഈ റൂമിക്കും അറ്റാച്ച്ഡ് ബാത്റൂം, ഈ റൂമിക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പോൾ ആണല്ലേ ബാത്റൂമൊക്കെ എന്താ കാണിച്ചു കൊടുക്കുന്നത്, സാധാരണത്തിൽ അത് സ്പെഷ്യലായിട്ട് ഒന്നും. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇതാണ് കേട്ടോ. അടുത്ത വാതിലേ ഇതൊക്കെ നമ്മളില്ലേ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലോ, ഇതൊക്കെ നമ്മൾ റെഡിമെയ്ഡ് വാതിൽ ഭംഗിയതാണ് കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ഒരേപോലെ പെയിന്റ് അടിച്ചതാണ്. മഞ്ഞ കളറായിരുന്നു, ബ്രൗൺ കളർ, ഇതുപോലൊരു കളറായിരുന്നു നമ്മൾ കാണിച്ചിരുന്നു ഇത് ആദ്യത്തെ വീഡിയോയിൽ. ഇതും ഒരു റൂം കേട്ടോ. ലൈറ്റ് ഉണ്ടേ, ഫാനാ. ഇത് അടുത്ത ബെഡ്റൂം. ഇതെനിക്ക് കട്ടിലെല്ലാം ആക്കിയില്ല കേട്ടോ, എനിക്ക് കട്ടിൽ ഒക്കെ പാടാൻ നമ്മളെ കൊണ്ട് അന്ന് എത്തിയില്ല. അപ്പോൾ തൽക്കാലം ഒരു ബെഡ് വാങ്ങിയിട്ടു മക്കളതിൽ. പിന്നെ ആ ദിവാങ്കോട്ടിൽ നമ്മുടെ കിച്ചുട്ടൻ ദിവാങ്കോട്ടിൽ കിടക്കും. പിന്നെ കുഞ്ഞനും കുഞ്ഞുണ്ണി അച്ചുട്ടി ഒക്കെ ഇവിടെ കിടക്കും കേട്ടോ. അതേപോലെ ജനല് നമ്മൾ തുടക്കത്തിൽ പറയേണ്ടതായിട്ടുണ്ട്.
വേനൽക്കാലമൊക്കെ വന്ന് ചൂടൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മേൽഭാഗം തുറന്നിടാം, താഴെ ഭാഗം അടച്ചിടാൻ ഭാഗത്തിൽ ഒരു ജനലത്തെ മാത്രം അങ്ങനെ ആക്കിയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി ചൂട് കൂടുകയാണെങ്കിലും ഫാനൊക്കെ ഇടുമ്പോൾ ഏകദേശം ഒരു കാറ്റോട്ടം കിട്ടണ്ടേ. അല്ലെങ്കിൽ ഇവിടെ നല്ല തണുപ്പാണ്. ഇപ്പൊ നല്ല തണുപ്പാണ്, അത് തണുപ്പില്ലാതിരിക്കുക പിന്നെ. പക്ഷെ നമ്മുടെ പാലക്കാട് ജില്ല പൊഴുകൂട്ടോ, എന്താ 40-42 കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ. ഇപ്പൊ തണുപ്പ് നോക്കിയിട്ട് കാര്യമില്ല. വേനൽക്കാലത്തെ കഥ ഞാൻ പറഞ്ഞത്, ഇതിപ്പോ മഴയും ചൂടും വെയിലെല്ലാം വരില്ലേ, മഞ്ഞും തണുപ്പൊക്കെ വരില്ലേ. അപ്പോൾ അതിന് മൊത്തത്തിലുള്ള നമ്മൾ അങ്ങനെ കണക്കാക്കിയിട്ടാണ് അത് ഉണ്ടാക്കിയത്, ജനലിൻ്റെ കാര്യം. പിന്നെ ഇതിൽ അതേപോലെ ബെഡ്റൂമിലേക്ക് ഇതിലും കബോർഡും കാര്യങ്ങളൊക്കെ ഈ റൂമിലേക്ക് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിലെ കബോർഡ് കുഞ്ഞും ഇവരൊക്കെ പറയേ, എന്താ വല്യമ്മ അതിലേക്ക് എന്താ കട്ടിൽ വാങ്ങാത്തത്, എന്താ കട്ടിലുണ്ടാക്കാത്തത്. അത് ഞാൻ പറഞ്ഞു പിന്നെ കുറേ കഴിയട്ടെ എന്ന്. ഇപ്പം ഇതിൽ തന്നെ അവർ എമ്മാതിരി ചാടിക്കളിയാണെന്നറിയോ. 11-11:30 ഒന്ന് കടന്നുറങ്ങാൻ പൊടികളെല്ലാം കൂടി കയറിയിട്ട് ഇതിന് മേലൊരു ചാട്ടുണ്ട്. അയ്യോ എന്താ അപ്പോൾ കുഞ്ഞൻ പറയണ കേട്ടില്ലേ ഇന്നലെ, കുഞ്ഞൻ പറയണേ വല്യമ്മ എന്താ ആരോ പറഞ്ഞു അത്രേ, കുഞ്ഞനോട് പറഞ്ഞത്ര, വല്യമ്മ അങ്ങോട്ട് മാറിയാൽ നീ ഇങ്ങോട്ട് വരില്ലേന്ന്. കുട്ടികൾക്ക് അതൊരു ഇടങ്ങാറല്ലേ. പാവം മുടി വെട്ടാൻ കൊണ്ടുപോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആകെ ഒരു ദിവസമല്ലേ ഉള്ളൂ. ആ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഈ കളറും കൂടി കാണിച്ചു കൊടുക്കട്ടെ. കാണിച്ചോ, നമ്മുടെ ഈ റൂമിലും ഒരേ കളർ കൊടുത്തു. കളറ് വേറെ കേട്ടോ, ഇതിലേക്കുള്ളത് ഡിസൈൻ ഒന്നാ. കാശിക്ക് കുറച്ച് കളർ തെരഞ്ഞെടുക്കല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ, 2 ദിവസം അനിയനോ കുഞ്ഞുമല്ലേ നേരിട്ട് കാണുമ്പോട്ടോ ഒരുപാട് വീഡിയോ കാര്യങ്ങളും ഒരുപാട് ഇതിനെ കുറിച്ച് ആലോചിച്ച് അന്വേഷിച്ച് കാറ്റലോഗ് കടയിൽ നിന്ന് കൊണ്ടുവന്ന് നോക്കുമ്പോൾ കളർ മാച്ച് ആവില്ല. പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. എന്നിട്ട് തന്നെ അത് 2 ദിവസം 2.5 ദിവസമായിട്ട് വേണ്ടി വന്നു. കാരണം നമ്മുടെ വീഡിയോ എടുക്കലും ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കണില്ല. അതും പണിയുടെ കാര്യങ്ങളും നമുക്ക് ഇതിലേക്ക് നിൽക്കാൻ ശരിക്കും ആലോചിക്കേണ്ട സമയം തന്നെ കിട്ടില്ല. അങ്ങനെ തലപോഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് ഉണ്ടാക്കി കിട്ടിയൊക്കെയാണ്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് അതുപോലെ അത്ര തന്നെ ഇഷ്ടമായി തോന്നിയില്ലെങ്കിലും ഇതും ഒട്ടും ആരും മോശം പറഞ്ഞില്ല. കാരണം മേട്ടിന് എന്താണെന്നറിയോ ഒരു പ്രശ്നം, ഒരുപാട് വീടുകൾ കണ്ടതും കൊണ്ട് മൂപ്പരാൾക്ക് നല്ല ഐഡിയകളാണ്, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം. നമുക്ക് നമ്മുടെ വീട് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല, അത് മോശമാവോ ഇത് മോശമാവോ അതിനേക്കാളും ബെറ്റർ വേറെ ഉണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ എവിടത്തേക്കാളും നല്ലതാവണം എന്നുള്ളൊരാഗ്രഹം. അതിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യണതിലല്ലേ. അപ്പോൾ അത് അങ്ങനെ ആവുമോ എന്നൊരു പേടിച്ചിട്ട് ഇങ്ങനെ ഒന്നെടുക്കുമ്പോൾ തോന്നും അടുത്ത് അത് ഇതിനേക്കാളും ബെറ്റർ ഉണ്ടോ. അപ്പോൾ എന്തായാലും മോശമായിട്ടൊരു അഭിപ്രായം ആരും പറഞ്ഞില്ല, അതെൻ്റെ ഭാഗ്യം. ഇതാണ് നമ്മുടെ അടുക്കള. ഇത് നമ്മൾ ആദ്യം സ്ലാബ് വാർത്തിട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ട അറിയില്ലേ, അനിയേട്ടൻ ഇതെന്ന് സാധിക്കണോ അന്ന് ഇതേപോലത്തെ അടുക്കള ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും സ്ലാബ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഏട്ടൻ്റെ ഒരു ഐഡിയയിൽ ഒരു അടുക്കള എന്ന് പറയുന്നത് ഫസ്റ്റ് വീട് കാണാൻ വരുന്നവരൊക്കെ പറയും എന്താണ് അടുക്കളയിൽ ഇങ്ങനെ സ്ലാബ് ഇടാത്ത ചെയ്യാൻ നിൽക്കണേ ഒക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഈ രീതിക്ക് കിച്ചൺ ചെയ്യാൻ നമ്മുടെ ഇവിടെ ഒരു കാണാത്തതുകൊണ്ടാണ്. അത് ആർക്കും അറിയില്ല എന്നല്ല, ഇവിടെ ഉള്ളവർക്ക് അത് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് ഇപ്പോൾ അടുക്കള കണ്ടവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കളർ സെലക്ട് ചെയ്തതല്ലേ, ഇത് നമ്മുടെ ഇഷ്ടപ്പെട്ട കളർ തന്നെയാണ്. എനിക്ക് ഏത് കളർ തിരഞ്ഞെടുത്താലും കിട്ടാതിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇഷ്ടം നമ്മുടെ മനസ്സിലുണ്ടാവും. അതാണ് പറയുന്നത്. ഞാൻ ഏട്ടനോട് പറഞ്ഞു നമുക്കൊരു ബ്ലാക്ക് ഷർട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കറുപ്പ്. അപ്പോൾ അത് ഒരു കറുപ്പ് ചുരിദാർ നമുക്ക് രണ്ടാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചുരിദാർ ഏട്ടന് ഷർട്ട് കൊടുക്കാൻ എനിക്ക് കറുപ്പ് വേണ്ട എങ്ങനെ ഞങ്ങൾ തുണി എടുക്കാൻ പോകുക വെച്ചാൽ ലാസ്റ്റ് അനിയായിട്ട് ഇങ്ങനത്തെ ഒരു കളർ ഇപ്പം ഞാൻ എന്ത് കാട്ടുന്നറിയോ, ലൈറ്റ് കളർ എടുക്കും, കടും കളറുകൾ എടുക്കുകയില്ല. എൻ്റെ ചുരിദാറൊക്കെ എടുക്കുമ്പോൾ എൻ്റെ അമ്മ പറയും നീ കുറച്ച് കളറുള്ളതല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് കടും കളറുകൾ എടുത്തുകൂടെ. അനിയേട്ടൻ അതിനെന്താ ഇതാണ്ടോ ഈ ഒരു ബനീനൊക്കെ കണ്ടോ അനിയേട്ടത്തെ ഒരു കാപ്പി മാറില്ല. നമ്മൾ മാറി ചിന്തിക്കണ്ടേ ഓരോന്ന്. ഡ്രസ്സുകളൊക്കെ എപ്പോഴും നമ്മൾ ഇടില്ലല്ലോ. അതങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെ മാറാനും മറക്കാനും പറ്റില്ല. അത് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച്. പിന്നെ അത് മാത്രമല്ല, നമ്മളിതിൽ കിച്ചണാണ്, ഇതിൽ നമ്മൾ ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു വർക്ക് കിച്ചണിലാണ് വന്നിരുന്നത്. അപ്പോൾ അതിലേക്കുള്ള കളർ എടുക്കുമ്പോൾ നല്ല ഭയങ്കര പെട്ടപ്പന്നെ ഒരു കളറായിരിക്കണം. അത് ആർക്കും ഒരു നോട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു രീതിക്ക് ഒരു കളറായിരിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ കളർ കണ്ട ഒരാളും വന്നിട്ട് അയ്യോ
എന്താണ് ഈ കളറ് മോശമായി എന്നുള്ളത് പറഞ്ഞിട്ടില്ല, വന്ന് കണ്ടവരൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടേ പറഞ്ഞിട്ട്. എല്ലാവർക്കും അടുക്കള ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞോട്ടോ, എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഇവിടെ ഇപ്പോൾ ഇവിടെ വലിപ്പം നോക്കിയാൽ ഇവിടെ ഇതേപോലെ ആയിട്ട് തന്നെ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരു കട്ടിലായിരുന്നു കേട്ടോ, ഫസ്റ്റ് മറ്റേത് ഇതേപോലെ ഡോറ് വയ്ക്കാൻ പാകത്തിലൊരു കട്ടിലാണ് വെച്ചായിരുന്നു. ആ കട്ടിലൊക്കെ കുത്തി പൊളിച്ചെടുത്ത് നമ്മൾ ഇതിനുള്ള കാണിച്ചിട്ടുണ്ട് അതൊക്കെ. നമ്മൾ ഫസ്റ്റ് വീഡിയോയിലൊക്കെ കുറേ കാണിച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ മാറ്റം വരുത്തിയതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അന്ന് ഇവരൊക്കെ പറഞ്ഞു എന്തിനാണ് ഇതൊക്കെ കുത്തി പൊളിക്കുന്നത്. ഞാനേ ചീത്ത പറഞ്ഞു, ഞാൻ ഏട്ടനെ എപ്പോഴും ചീത്ത അറിയും. ഞാൻ ആഗ്രഹിച്ച രീതിക്ക് എത്തുക എന്നുള്ളതാണ് മെയിനായിട്ട്. അപ്പോൾ അത് നമ്മൾ കുത്തിപ്പൊളിക്കാൻ അപ്പം മടി കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഈ രീതിക്കൊന്നും എത്തില്ല. അപ്പോൾ നമുക്ക് ആവശ്യങ്ങൾ മാറി വരികയാണ്. ഫസ്റ്റ് നമുക്ക് വീട് പണിയ സമയത്ത് നമുക്ക് വീഡിയോ വ്ളോഗുകളൊന്നും ഉണ്ടാവില്ല. അന്ന് നമുക്കിപ്പോൾ അത് ആ കട്ടിലൊക്കെ ധാരാളമാണ്, അന്നത്തെ ആവശ്യങ്ങൾ അതാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് പറഞ്ഞാൽ വീഡിയോ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഒരു ഓപ്പണായ മാക്സിമം വീഡിയോ ഒക്കെ എവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നൊരു സ്ഥലം കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ മാക്സിമം ഓപ്പണായിട്ട് തന്നെ ഒരു ഓപ്പൺ കിച്ചൻ്റെ രീതിക്ക് തന്നെ എടുത്തതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് കളറും കാര്യങ്ങളൊക്കെ? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായി പറയാൻ കേട്ടോ. ഇത് ഇന്നിവിടെ ഭക്ഷണം കഴിക്കാൻ അവർക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ പാത്രങ്ങളുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ അടുപ്പ് നിങ്ങളെല്ലാവരും കണ്ടല്ലേ, നമുക്കിത് ഗിഫ്റ്റ് കിട്ടിയതാണ്, മായ ചേച്ചി തന്നാട്ടോ അത്. അപ്പോൾ എന്താ ചെറുതാണ്, ഇത് അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് വന്ന് കണ്ടാലേ അറിയുള്ളൂ കേട്ടാ, അല്ലാതെ നമ്മൾ വലുതാക്കിയത് മാത്രം. എനിക്ക് ആദ്യം ഇവിടെ നമ്മുടെ ആലുവടുപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നു ഒക്കെ ചെയ്തിരുന്നത്. ഇതൊക്കെ കുത്തി പൊളിച്ച് നമ്മൾ അപ്പുറത്തേക്ക് ഇട്ട് നമ്മൾ അടുക്കള ഒരു സെറ്റാക്കി. ഇപ്പോൾ വരുന്നവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാവുന്നത് നമ്മുടെ അടുക്കളയാണ്. നമ്മളത് പറഞ്ഞില്ലേ, നമ്മൾ ഈ വീടിന് എനിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോയെന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചൊരു ചോദ്യമാണ്. എനിക്ക് ഒറ്റ അഭിപ്രായം ഇല്ല കേട്ടോ. അനിയേട്ടന് എന്താണോ ചെയ്യണം അനിയേട്ടൻ്റെ ഇഷ്ടത്തിന്, കാരണം ഞാൻ പൊട്ടത്തിലേ ചിലപ്പോൾ ചെയ്യണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം ഇതെന്താണെങ്കിൽ ഈ അടുക്കളയ്ക്ക് കണക്ക് ഒന്നും പോയിട്ടില്ല. നമ്മൾ ഓപ്പൺ കിച്ചനായിട്ടാണ് ചിന്തിച്ചെങ്കിലും ഈ വീടിൻ്റെ സ്ഥാനം അവിടെ നിൽക്കുന്ന ഭാഗമാണ് അടുക്കള, ഇത് വർക്ക് ഏരിയ. അപ്പോൾ അടുക്കളയുടെ വർക്ക് ഏരിയയും കണക്ക് പോകാത്ത രീതിക്ക് ഇത് ഓപ്പൺ കിച്ചനാക്കി എടുത്താണ്. ഇത് പൊളിക്കുകയാണ് പറഞ്ഞു വെച്ചാൽ അളവ് തെറ്റുമായിരുന്നു, പക്ഷെ നമ്മളത് ചെയ്തില്ല കേട്ടോ. അപ്പോൾ അതൊന്നും ചെയ്യാതെ അതിന് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഈ രീതിക്ക് എടുത്താണ്. അമ്മയ്ക്ക് ഇഷ്ടമായില്ലേ? അടിപൊളി. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ആ അടുക്കളല്ലേ, അത് എൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് പിള്ളത്തണ്ട് വേണം, കുറച്ച് ഇതായിട്ടുള്ള അടുക്കള വേണം എന്നുള്ളത് ആദ്യമേ പറഞ്ഞിരുന്നു അല്ലേ? ഒന്നെങ്കിലും ഇഷ്ടത്തിന് വേണ്ടേ, ബാക്കി ഞാനൊന്നും പറഞ്ഞില്ല. കാരണം എനിക്കറിയില്ല, ഏട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നിൽക്കുന്ന സമയത്താണ് വെച്ചാലും പണിയെടുക്കണം, ഓരോ ഭാഗത്ത് പണിയെടുക്കുമ്പോഴും ഓരോ വീടുകൾ കണ്ടിട്ടുണ്ട്. ഈ വീട് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ടിലില്ലേ എന്താ പറയുക, ഷോവാളർ, അത് ചെയ്യുന്ന സമയത്ത് കുറേ ആൾക്കാർ, ഇവിടെ ഉള്ള ആൾക്കാർ ചോദിച്ചിരുന്നു ഇതെന്താണ് ചെയ്യണത് നീ, ഇതെന്താ? കാരണം നമ്മുടെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെയുള്ള വീടുകളല്ലേ ഉള്ളൂ അല്ലേ, ചെരിച്ച് വാർത്തിട്ടുള്ള ഇങ്ങനെയുള്ള വീടുകളില്ല, ഇവിടെ ഈ ഭാഗത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതെന്താണ്, ഇതെന്തിനെങ്ങനെ ചെയ്യണെന്നുള്ളത്. കണ്ടംപററി ആണെങ്കിൽ അത് വലിയ ചിലവില്ലാത്ത രീതിക്ക് ചുരുങ്ങി ഒതുക്കിയൊരു മോഡലാണ്. കാരണം ആലഭാരങ്ങൾ കാണിക്കാൻ പാകത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, സിമ്പിളായിട്ട്. പിന്നെ ഈ ലൈന് വരച്ചത് മാത്രം ഇങ്ങനെ പ്ലെയിൻ ആക്കാണ്ട് ഇങ്ങനെ ലൈന് വരച്ചത് ഒന്നും കൂടി ഒരു വൃത്തിയായി തോന്നിയില്ലേ? സത്യം പറയാച്ചാലേ വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് നമ്മൾ ആഗ്രഹിച്ച രീതിക്ക് ചെയ്ത് വീട്ടിലിരിക്കുമ്പോൾ ഒരു സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാവും. നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ ഒരു പോസിറ്റീവായിട്ടൊരു ഒരു ഫീല് വരണം. നമ്മളൊരു വീട്ടിൽ കയറി ചിലപ്പോൾ തോന്നില്ല, നമുക്ക് അവിടെ കയറി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. ഇന്നലെ നമ്മൾ പറയുന്നില്ലേ ഇവിടെ ഇരുന്നിട്ട് സമയം പോണത് അറിയണില്ല. വീട്ടിൽ കയറുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കുന്ന സമയം പോണത് അറിയരുത്, അതാ വീട്ടിൻ്റെ ഭാഗ്യമാണ്. അപ്പോൾ അത് നമ്മളെ വീട്ടിലേക്ക് മാക്സിമം ആ രീതിക്ക് അതിലോരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ആ രീതിക്കായി വരാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇത്രയും കാലം നമ്മൾ ഒതുക്കി വെച്ചത് നിങ്ങൾക്ക് മുന്നിൽ ഈ രീതിക്ക് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. മനസ്സ് നിറഞ്ഞെന്ന് പറയില്ലേ അല്ലേ, മനസ്സ് നിറഞ്ഞ് സത്യം പറയാച്ചാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വീടാണ് കേട്ടോ. ഇതിന് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നമ്മൾ ഇതിൻ്റെ പറയല്ല, ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒരുപാട് പേര് നമ്മളെ കളിയാക്കിയ ഓരോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വാശി ഉണ്ടായിരുന്നു, അല്ല നമുക്കൊരു വാശി ഉണ്ടായിരുന്നു, ഒരു വീട് അങ്ങനെ ഒരു സ്വപ്നം. അത് എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം തരട്ടെ. പലരും പലതും പറയും, പക്ഷെ നമ്മളില്ലേ നമ്മുടെ കൂടെ ദൈവം ഉണ്ട് എന്ന് വെച്ചാൽ ഉറപ്പാണ് നമ്മുടെ പ്രവൃത്തി നല്ലതാ കിട്ടും നമുക്ക് കേട്ടാ. തീർച്ചയായും
എന്താ ഇപ്പൊ ഈ പറയുന്ന ആൾക്കാർ നമ്മളെ തിരിച്ചു പറയാനുള്ള ഒരിടം നമ്മളായിട്ട് ഉണ്ടാക്കാനുള്ളത് ദൈവം തരട്ടെ. അതെ, എന്താ വെച്ചാൽ സുകന്യനെ അമ്മേനൊന്നും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. കാരണം വേറെ നല്ല നമ്മൾ ഈ വീഡിയോ ഈ രീതിക്കല്ല നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം സമയം പോയി. ഇനി നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസം കഴിഞ്ഞ് നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ ഫംഗ്ഷനാണ്. അപ്പോൾ 2 ദിവസം മുന്നേ നമ്മൾ ഈ വീഡിയോ എടുത്ത് വയ്ക്കുന്നത്. അവരൊക്കെ ഓരോ തിരക്കുകളിലാണ്. അത് കാരണം ആരെ ഉൾപ്പെടുത്താതെ നമ്മൾ വീട് മാത്രം കാണിച്ചു തരുന്നത്. എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ നമുക്ക് ചെയ്യാം. എല്ലാവരും ഉൾപ്പെടുത്തി ചെയ്യാട്ടോ. കാരണം സോനിക്കും അമ്മു ഇതാ വീഡിയോ നിർത്തിയിട്ട് വേണം മുടി വെട്ടാൻ പോവാ. കുട്ടികളെ കൊണ്ട് മുടി വെട്ടാൻ പോകാൻ വേണ്ടി നിൽക്കണു. ഫംഗ്ഷൻ്റെ തിരക്കുകൾ തുടങ്ങി. അപ്പോൾ എന്തായാലും നാളെ നല്ല വിശേഷങ്ങളും വിശേഷങ്ങളായിട്ട് നടക്കണം. ഇതിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, അതേപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ലേട്ടാ, അത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.